तो दिल सोचता है कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं। जरा सी आहट होती है तो दिल सोचता है कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं। किसी ने में चुप किसी ने में कोई जैसे सदा देता है। शाम से पहले दिया दिल का जला देता है उसी की सदा, है उसी की अदा। कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं। शक्ल फिरती है हाँ, शक्ल फिरती है निगाहों में वही प्यारी सी। मेरी नस नस में मचलने लगी चिंगारी सी। छू गई जिस्म मेरा किसके दामन की हवा। कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं। जरा सी आहट होती है तो दिल सोचता है कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं, कहीं ये वो तो नहीं। അനിഷ്ക, ബ്യൂട്ടിഫുൾ സോങ്. അതുപോലെ തന്നെ നല്ല രസമുണ്ട്. ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ, മക്കളെ എന്താ സാർ? ബ്യൂട്ടിഫുൾ സോങ്ങടാ. ആസാദിപ്പ. ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ഇത് ക്ലൂ വേണോ മോളെ? മോളെ കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു കമ്പോസർ. ഫസ്റ്റ് ലെറ്റർ പറഞ്ഞുതരാൻ വേണമെങ്കിൽ പറഞ്ഞോളൂ ഷാൻ. ലെറ്റർ മാത്രം പറഞ്ഞു. ഫസ്റ്റ് ലെറ്റർ എം. മദൻ മോഹൻ. ആ ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ലെറ്ററും കൂടെ മോള് ചോദിക്കുന്നു. അപ്പോൾ ഉഗ്രം. അസാധ്യ പാട്ട്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ പല ഏരിയ അതിൻ്റെ ഇപ്പം ആ സോച്ചിത ഒക്കെ മോക്കത് സ്ലിപ്പായി പോയിട്ടുണ്ട്. മോക്കത് മനസ്സിലായോ? മോളെ ഒന്ന് ഒന്ന് പാടിയേ. രണ്ടാമത്തത് कहीं वो तो नहीं, कहीं वो तो नहीं, മോളെ कहीं वो तो नहीं. അവിടെ ബഹളമില്ല. എവിടെ പോന്ന്? ആ പാട്ടിനൊരു പേസ് ഉണ്ട്. ആ പാട്ടുമായിട്ട് ആ സംഗതി ഇങ്ങനെ അങ്ങ് ഇഴുകിച്ചേർന്ന് കിടക്കുക. മോള് പാടിയത് മാത്രം, അത് മാത്രം വെളിയിൽ നിൽക്കുന്നു വേറിട്ട്. कहीं वो तो नहीं,
അത്രയും മതി കേട്ടോ, ബഹളം വേണ്ട മോളെ. അത് ആ ഗ്ലൈഡ് ഒരു സ്മൂത്ത് ആയിരിക്കണം, അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ തന്നെ അടുത്തതും മോളത് പാടിയത് അത്ര ഒരു സുഖം ഫീൽ ചെയ്തില്ല. പിന്നെ മോളെ ചരണം അത് പാടാമോ? शक्ल फिरती है हाँ शक्ल फिरती है निगाहों में वही प्यारी सी. മോളെ അത് വരുന്ന റൂട്ടൊന്ന് കൃത്യമായിട്ട് കാണിക്കാമോ? തീരി അത് കഴിഞ്ഞിട്ട് മോളെ ആ രണ്ട് മായയുടെ ഡിഫറൻസ് കാണിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അതെപ്പോഴും അത് നമ്മൾ ഒരു ഫ്രേസ് പാടുമ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ബ്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ മക്കളെ. ആ സോച്ചിതായിക്ക് ഒരു ക്ലാരിറ്റി വരാൻ മോളെ എൻ്റെ പല പാടിയെന്ന് ഇപ്പം പാടണ്ട മോള്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള നോട്ട്സിലാണ്, അത് എന്ത് ടെൻഡറായിട്ടാണ് അത് കമ്പോസ് ചെയ്തേക്കുന്നത്, അമ്മ പാടിയേക്കുന്നത്. അയ്യോ എല്ലാവർക്കും സാഷ്ടാംഗ പ്രണാമം. വേറെ ഒന്നുമില്ല മോളെ, കാര്യം ഞാൻ നല്ലത് കണ്ടാൽ നല്ലത് തന്നെ, അത് 100%. വേറെ ഒന്നുമില്ല മോള് നന്നായിട്ട് തന്നെ പാടി, പക്ഷെ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു മോളെ. അത്ര കേട്ടാ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക അനുഷ്ക എന്താ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ലതാജിയുടെ ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ഒരു ടോപ്പ് 5 ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. നമ്മൾക്ക് ആഗ്രഹിക്കും ഏതെങ്കിലും ഒരു ഡയറക്ടർ വന്നിട്ട് നമ്മളോട് ഇതുപോലത്തെ ഒരു പാട്ട് ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കും. അതുപോലത്തെ ഒരു എന്താ പറയുക, തേൻ പോലത്തെ ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. മദൻജി, ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല, പ്രണാമ. ശരത്തേട്ടൻ യൂസ് ചെയ്ത വാക്കാണ് കറക്റ്റ്, ടെൻഡറാണ്, ഭയങ്കര ടെൻഡർ സോങ്. എന്തോ ഇതിൽ, അതായത് കഹിയേ വോത്തോ നഹി, ഇങ്ങനെ എത്ര ടെൻഡറായിട്ടാണ് അത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ ഇടയിൽ മോള് എന്തൊക്കെയോ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ അത് പോട്ടെ. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് കഹിയേ വോത്തോ നഹി തന്നെയാണ്. അത് ആണെങ്കിൽ എല്ലായിടത്തും വരുന്നുമുണ്ട്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും നമുക്ക് ഡിഫറെൻറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ അനുപല്ലവിയിൽ ചുപ്കെ തുടങ്ങിയത്, പിന്നെ അതുപോലെ ശ്യാം സെ പെഹലെ. അഗൈൻ നമ്മൾ ഇപ്പുറത്തെ പേജിലേക്ക് വരുമ്പോൾ വീണ്ടും കഹിയേ വോത്തോ നഹി. എങ്ങോട്ട് തിരിഞ്ഞാലും കഹിയേ വോത്തോ നഹി. ഒരു കാര്യം പറയട്ടെ മോളെ, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു സർ. മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് കസറാമായിരുന്നു. അതെ കേട്ടാ, തകർ ഉഴുതു മറിക്കായിരുന്നു നിനക്ക്. നല്ല ചോയ്സ്, ഉഗ്രൻ ചോയ്സ്, ഒന്നും പറയാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കഹിയേ വോത്തോ നഹി കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. അനുഷ്ക എന്താ നല്ല സോങ് മോളെ, നല്ല സോങ് സെലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ Thank you. ഇതൊരു പാട്ടോ. അയ്യോ, ഇത് ഏത് ഇയറിൽ ഇറങ്ങിയ പാട്ടാ? ഇത് 1082. 1082. നമ്മുടെ അതായത് നമ്മുടെ തീയൊക്കെ കണ്ടുപിടിച്ച കാലം. തീ കണ്ടുപിടിച്ച ഇല്ലല്ല, തീ അപ്പോഴൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി 12 വർഷം കഴിഞ്ഞിട്ടാ തീ കണ്ടുപിടിച്ചത്. സോറി, 1982 അല്ല, 1963 ഇറങ്ങിയ ആൽബമാണ്, 1963. അപ്പോൾ മോളെ ടെക്നിക്കൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ജറ, അതിൽ തന്നെ ശ്രുതി പ്രശ്നമായിരുന്നു. ആ ഫസ്റ്റ് തുടങ്ങിയ നോട്ട്. പിന്നെ അങ്ങോട്ട് കഹിയേ വോത്തോ നഹി ആയിരുന്നു, നഹി എല്ലായിടവും. എനിക്ക് പാട്ട് കേട്ടപ്പോൾ താത്തയുടെ ആ പാട്ട്, അതാ ഞാൻ ശരത്തേട്ടൻ നേരത്തെ ചോദിച്ചത്. അതോ അസാധ്യ പാട്ടടാ. ഓർമ്മകൾ എന്ന് പറഞ്ഞ താത്തയുടെ ഫിലിം സോങ്സിനേക്കാൾ എനിക്ക് ഇഷ്ടമാണ് ഫിലിം സോങ്സ്. എന്നാലും താത്ത ചെയ്ത ലൈറ്റ് മ്യൂസിക് ഒരുപാട് പാട്ടിലുണ്ട്, ലളിത ഗാനങ്ങൾ. ഇപ്പൊ ഘനശ്യാമ സന്ധ്യ നിങ്ങൾ കേൾക്കണം. ദാസേട്ടൻ പാടിയതാ. അയ്യോ, ഒരു നിവർത്താത്ത പാട്ടാണ് എൻ്റെ അമ്മ. അത് വെച്ചാൽ അതിൻ്റെ റെക്കോർഡിങ് ചെയ്ത പിക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു മൈക്ക് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അത് സിത്താറിലാണ് തുടങ്ങുന്നത്. പിന്നെ ഫ്ലൂട്ടുണ്ട്, KS ഗോപാലകൃഷ്ണൻ സാറാണ് തോന്നുന്നു വായിച്ച ഫ്ലൂട്ട്.
അയ്യോ അത് കഴിഞ്ഞ് ദാസ് സാറ് തുടങ്ങുന്നു. ഇതൊക്കെ ഒരൊറ്റ 1-2 മൈക്കോ വെച്ചിട്ടുള്ളൂ. എല്ലാവരും ആ സമയമാകുമ്പോൾ മൈക്കിൻ്റെ അടുത്ത് വരും, പ്ലേ ചെയ്യും. അവരുടെ പോർഷൻ കഴിയുമ്പോൾ ഒറ്റ ടേക്കാണ് കേട്ടോ. അപ്പോൾ ദാസ് സാർ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതിങ്ങനെ നോക്കിയിട്ട് ഇപ്പം ഘനശ്യാമ എന്ന് പറഞ്ഞു. ഞാനിതൊക്കെ കേട്ട കഥകളാണ് കേട്ടോ, എനിക്കല്ലാതെ ഞാനിതൊക്കെ ഇങ്ങനെ വീട്ടിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ആ ഓർമ്മകൾ എന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് പെട്ടെന്ന് ഈ സോങ് കേട്ടപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ മൊത്തത്തിൽ ആ പാട്ട് കാവാലൻ സാർ എഴുതി താത്ത കമ്പോസ് ചെയ്ത പാട്ട്, അതൊക്കെ കേൾക്കണേ. ഓർമ്മകൾ ഉഗ്രം പാട്ടാ. ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഓർമ്മകൾ എന്ന് പറഞ്ഞൊരു പാട്ടാ. അതിൻ്റെ അനുപല്ലവിയും ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു ദുഃഖം ഒരേകാന്ത സഞ്ചാരി ഈറക്കുഴലൂതി വിളിച്ചു സ്വപ്നങ്ങൾ എന്നോടു വിട പറഞ്ഞു ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഓർമ്മകൾ. ഭയങ്കര പാട്ടാ. ബ്യൂട്ടിഫുൾ. താത്തയുടെ ബ്യൂട്ടിഫുൾ. ഇത് താത്ത തന്നെ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഞാനിതിലൊരു സംഗതി ഇതിങ്ങനെ കുറേ പേര് പാടി പാടി ഇറങ്ങുമ്പോൾ പല വേർഷൻസ് ഇറങ്ങുമല്ലോ. അപ്പം ഞാനൊരു വേറൊരു സംഗതി പാടി, അപ്പം തന്നെ ഒരു അടി തരും. ഇത് ഏത് പാട്ടാ നീ പാടുന്നു? അസാധ്യ പാട്ടാണ്. ഇത് ഒരുപാട് പാട്ടുകളുണ്ട്. ഘനശ്യാമ, ഇതൊക്കെ ചുമ്മാ പോയി കേൾക്കണം. ഘനശ്യാമ സന്ധ്യ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ഹെഡ് ചേട്ടാ. അനു മാർക്സ് ചോദിക്കാം. ശരത് സാർ. ഞാനിങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പുറയല്ല ഇപ്പോഴും. പോട്ടെ, അദ്ദേഹത്തെ പറ്റി ഞാൻ ആ മൂടൊന്ന് കളയാൻ വേണ്ടി ഒരു ജോക്ക് പറഞ്ഞു. അപ്പം ഞാൻ മക്കളെ എൻ്റെ പടത്തിൻ്റെ ഓർക്കസ്ട്ര ഫിക്സ് ചെയ്യാൻ വേണ്ടി കോതണ്ടപാണി എന്ന സ്റ്റുഡിയോയിൽ SPB സാറിൻ്റെ സ്റ്റുഡിയോ ചെന്നൈയിൽ. അപ്പോൾ അവിടെയാണ് വിൻസെൻ്റ് ഏട്ടനുള്ളത്. അപ്പം വിൻസെൻ്റ് ഏട്ടനായിരുന്നു രാധാകൃഷ്ണൻ ചേട്ടനും അന്ന് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യുന്നു. അപ്പം ഞാൻ അവിടെ പോയി വിൻസെൻ്റ് ഏട്ടനെ കാണാനാണ് പോയത്. അപ്പം ചേട്ടൻ അവിടെ നിൽക്കുന്നു. രാധാകൃഷ്ണൻ മോനെ വാ വാ വിളിച്ച് എന്നെ കൊണ്ട് ആ ഞങ്ങൾ കഴിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് എനിക്കാണെങ്കിൽ പോവുകയും വേണം, ഒരു പാട്ട് പാടാനുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി ഓടാൻ പറ്റുമോ? അവിടെ വന്നിട്ട് ചേട്ടൻ കുറേ കാര്യങ്ങൾ പല 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 കാര്യങ്ങളും സംസാരിച്ച് വളരെ ഗഹനമായിട്ടുള്ള എനിക്കൊന്നും മനസ്സിലാവാത്ത ടോപ്പിക്ക് വരെ അതിൽ വന്ന് അതൊരു ഞാൻ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടിരുന്നു. അവസാനം കുറേ നേരമായപ്പോൾ എനിക്ക് പോയില്ലെങ്കിൽ അവിടെ പോയി തെരുവിളി കേൾക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നേർന്നേ ഇറങ്ങിക്കോട്ടെ രാധാകൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയിട്ട് ഞാൻ വേണം വൈകുന്നേരം വരാം, രാത്രി വരാം. ശരി മോനെ, ലേറ്റായല്ലേ? മോനെ ആരാന്ന് പറഞ്ഞില്ലേ? ആരാ ഏതാണെന്ന് ഞാൻ വരച്ച് എന്നെ കണ്ട് വിളിച്ചോണ്ട് വരച്ച് കുറച്ചെങ്കിലും എവിടെങ്കിലും കണ്ടൊരു പരിചയമെങ്കിലും രാധാകൃഷ്ണൻ ചേട്ടൻ കാണും എന്നൊക്കെ വിചാരിച്ചത്. അത് വളരെ സംസാരിച്ചത് വളരെ ഗഹനമായിട്ടുള്ള കാര്യം. സൗരയൂഥത്തിനെ പറ്റിയും USSRനെ പറ്റിയും അവരെന്തുകൊണ്ട് അവിടെ ബോംബിട്ടു ഇതൊക്കെ പറഞ്ഞ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വക സംഭവങ്ങൾ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടാ. കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞു, ഭയങ്കരമായിട്ട് സംസാരിച്ച്. പിന്നെ വട കഴിക്കുന്ന അതിലേക്ക് പരിപ്പോടെയോ ചായയൊക്കെ വന്ന് അതൊക്കെ കുടിച്ച് ചെയ്യാൻ ഭയങ്കര ട്രീറ്റാണ്. ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കും. എടാ അറിഞ്ഞുകൂടാത്ത ഒരാളെ നമ്മൾ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൂ? ഞാൻ ചെയ്യത്തില്ല. ഇദ്ദേഹം ഞങ്ങൾ സംസാരിക്കുന്ന കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു MG അണ്ണാച്ചിയാന്ന് വിചാരിക്കും ഞാൻ. അത്ര അടുപ്പത്തോടെ സംസാരിച്ചിട്ട് ഇറങ്ങാൻ തരത്തിൽ മോനെ നീ ആരാന്ന് പറഞ്ഞില്ല. അത്ര നിഷ്കളങ്കനാണ്. അതിന് തമാശ
ഓ ഇത് രസം. അദ്ദേഹത്തിനടുത്ത് ഇത്രയും ഇരുന്നത് നമ്മൾ അതൊന്നും അല്ല അദ്ദേഹം പറഞ്ഞു. വളരെ തമാശ രൂപത്തിൽ പല സംഭവങ്ങളും പറഞ്ഞ അത് പ്രസന്റേഷൻ നല്ല രസമാണ്. ഒന്നാമത് വളരെ കൊച്ചു ശബ്ദമാണ് രാധാകൃഷ്ണൻ ചേട്ടനെ. നീ വന്നില്ലേ അതൊന്നുമില്ല, അത് രവീന്ദ്രൻ മാസ്റ്റർ. ഇത് വളരെ സോഫ്റ്റ് ആണ്. അത്രേ ഉള്ളൂ ശബ്ദം. അതൊക്കെ പെട്ടെന്ന് ഓർത്തു പോയി മക്കളെ. എന്തൊക്കെയാലും ചക്കര കുഞ്ഞിന് ഞാനൊരു 7.5 മാർക്ക് തരും. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ, ഇന്നത്തോടെ ഒന്നിച്ചുള്ള മാർക്കുകൾ കഴിഞ്ഞു. അമ്മേ എന്തൊരു സുഖമായിരുന്നു. അതെ, ഓൾ ദ ബെസ്റ്റ് അനു. താങ്ക് യു. ഓക്കേടാ. Ni pa maga sa